കൈമാവതി വിഷുക വീട്ടിൽ ചാലിക്കാറ് ഇന്നിപ്പോൾ ഞാൻ കാണിക്കാമെന്ന് വെച്ചാൽ നമുക്കൊരു ചക്കയുടെ വരട്ടി വെച്ചിട്ടുണ്ട്. ചക്ക ഇവിടെ നല്ല വരട്ടി വെച്ച് നല്ല കളറിൽ വരട്ടി വെച്ചിട്ട് ഇത് എല്ലാവരും ഇട്ട് വരട്ടി വെച്ചതാണ്. കുറേ ദിവസമായി വരട്ടി നല്ല വറണ്ട് പൊളിച്ചിട്ട് ഇത് ലേശം ചക്ക വെച്ചിട്ട് കുറച്ച് അരിപ്പൊടി ഇട്ട് ലേശം അടയാക്കാൻ ഇലയട അതിന് വേണ്ടിയിട്ടാണ്. ചക്ക ഇട്ട് കുറച്ച് അരി അടയാക്കണം. കുറച്ച് അരിപ്പൊടി ഇട്ട അരിപ്പൊടി ഇത് ചക്ക ഇതിനകത്ത് ഇത് ചക്ക ഇത് ചക്ക ഇതിനകത്ത് ഒരു പൊടി ഇട്ട് പാകത്തിന് നോക്കിയിട്ടിടാം. നമുക്ക് ഇത്ര വേണ്ടി ശരി അത്ര ആക്കുന്നില്ല, കുറച്ച് ഇപ്പാക്കുന്നുള്ളൂ. നാളെ ആക്കാം. പിന്നെ അത് കുറച്ച് തേങ്ങ കുടിച്ചിട്ടില്ല. തേങ്ങ കൊത്ത് വേണ്ട തേങ്ങ കൊത്ത് ഇത് കുറച്ചും കൂടി അരിപ്പൊടി കുഴക്കട്ടെ. നെയ്യിൽ കുഴച്ചിട്ട് അടയാക്കാം. നല്ലപോലെ കുഴക്കട്ടെ. നല്ലപോലെ കുഴച്ച് അരിപ്പൊടി പൊടിച്ച് വെച്ചോ. വേണ്ട അരിപ്പൊടി പൊടിച്ച് വെച്ചോ. നീരൊക്കെ കുറച്ച് എടുത്തിട്ട് ഇപ്പം നമുക്ക് വൈകിട്ടൊക്കെ തിന്നാനാക്കാലം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതാക്കുന്നത്. കണ്ട ഇത് നല്ല എനിക്കിത് ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചക്കപ്പം എന്ന് പറഞ്ഞാൽ ചക്ക അട അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ചക്ക പ്രഥമം വേണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. ഇത് ചക്ക അട ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം കുറച്ചും കൂടി അരിപ്പൊടി വേണം. അരിപ്പൊടി ഇത് പോരാ. അരിപ്പൊടി പാകത്തിന് കുഴഞ്ഞ് വരണം. നമുക്ക് അടയാവേണ്ടതിൽ കുഴഞ്ഞ് വരുന്നതിൽ വെള്ളപ്പറ്റില്ലാണ്ടാവണം. പൊടി പൊടിച്ചിട്ട് പൊടിയിട്ടാൽ ഇല്ല ഇതേപോലെ കുഴച്ച് വരണം. നല്ലേല് കുഴയണം, കുഴഞ്ഞ് വരണം. നല്ല നല്ല രുചി ഉണ്ടാവും. വെള്ളപ്പറ്റിലാവുകയും ചെയ്യും. കുറച്ചും കൂടി ഇട്ടോ. അതുപോലെ മധുരം കൂട്ടിയിട്ട് നല്ല വരിക്കച്ചക്കേൻ്റെ ഇതാണ്. ഇതിനൊക്കെ ആക്കിയത് പഴഞ്ചക്കയായിരുന്നു. പഴഞ്ചക്ക ഇതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും. വരിക്കച്ചക്ക എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രത്യേകത തന്നെയാണ്. ഇതിന് സാധാരണ ചക്കപ്പത്തിന് വരിക്കച്ചക്കയാണ് ആക്കുക. പഴഞ്ചക്ക ആക്കലില്ല. പഴഞ്ചക്ക പണ്ടേ നമ്മളൊന്നും ആക്കലേ ഇല്ല. എന്നാലും ഇതിനടുത്ത് ഞാൻ ആക്കി നോക്കിയതാണ്. പക്ഷെ എന്നിട്ട് അത് പഴഞ്ചക്ക ആക്കുന്നുണ്ടല്ലോ, അതൊരു അലുവേൻ്റെ ഇത് വരുന്നു. അലുവ പോലെ ഉണ്ട്. എന്നുവെച്ചാൽ തരി തീരില്ല. കുറേ ആക്കാമല്ലോ. ഞാൻ വരട്ടി വെച്ചിട്ടുണ്ട്. വരട്ടി വെച്ചാൽ കുറേ ദിവസത്തേക്ക് പറ്റും. ഒരു ദിവസത്തേക്കൊന്നുമില്ല. അരിപ്പൊടി ആക്കിയിട്ട് തേച്ച് വിട്ടണം. പൊടി തേച്ച് വിട്ടണം. എന്നിട്ട് കുഴഞ്ഞ് വരുമ്പം അത് വെള്ളപ്പറ്റി വരുന്നത്. വെള്ളപ്പറ്റി വരും. വെള്ളപ്പറ്റി വന്നാൽ വെള്ളമായാൽ വെന്ത് കിട്ടില്ല. അതാണ് തെറ്റ്. ഇങ്ങനെ നല്ലോണം പൊരിച്ച് കൊടുത്ത് ആക്കി കഴിഞ്ഞാൽ നല്ലോണം വെന്തോളും. ആ ഉള്ളിലെ രീതിയിൽ വരുന്ന നല്ല ശരിക്കും കുറച്ച് കിട്ടും. കുഴച്ച് കുറവായി. ഇനിയിപ്പോൾ പരത്തണം.
അടക്ക് പറ്റുമ്പോൾ പരത്തണം കണ്ട ശരിക്ക് ആയി. ഇനി ഇത് കുറച്ച് ഒരു ഉണ്ടി എടുത്തിട്ട് പരത്തുക. ഇതിങ്ങനെ ആക്കിയിട്ടാകുമ്പോൾ പരത്തുക. ഇതിങ്ങനെ ഇങ്ങനെ പരത്തിയിട്ട് കപ്പിൽ ഇലയുടെ ആക്കലേ. ഈ ഇലയിലാക്കുമ്പോൾ അതിൻ്റെ രുചി വേറെ തന്നെയാണ്. ഈ ഇലയിലാക്കിയത് ഇപ്പോൾ ഇതേപോലെ നേർങ്ങനെ പരത്തിയിട്ട് നമ്മൾ മടക്കി വെച്ചാൽ മതി. എന്നാൽ നല്ല ഇതുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ തേങ്ങയിൽ ഇട്ടിട്ട് നല്ല ഇട്ടിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ഇതൊന്നും വേണ്ട, നല്ല ഇട്ടിട്ടുണ്ട്. വേണ്ടില്ലേ? ഈ തീരിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെക്കുക. ഇത് കട്ടി ഉണ്ടാവില്ല, അതുകൊണ്ട് നേരിങ്ങനെ നമുക്ക് നല്ല തിന്നാൻ നല്ല സുഖമാണ്. ചക്ക നമുക്ക് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം സാധനം ഉണ്ടാക്കാം. ചക്ക കൊണ്ട് ഉണ്ടാക്കാവുന്ന വിഭവങ്ങളൊന്നും പറയുന്നില്ല. എത്ര ഐറ്റം ഉണ്ടാക്കാൻ കഴിയാം. ചക്ക കൊണ്ട് പഴുത്ത ചക്ക ഉണ്ടായാലും പച്ചച്ചക്ക ഉണ്ടായാലും എല്ലാം ഇഷ്ടംപോലെ പലതരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും. ഏതെല്ലാം രുചിയിലാണ് നമുക്ക് കഴിക്കാൻ പറ്റും, അതേ രുചിയിലെല്ലാം നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. പക്ഷെ അതാരും കൂട്ടാക്കുന്നില്ല. ചക്ക ആർക്കും വേണ്ട. ചില ഒന്നാമത്തേത് കാര്യമായിട്ട് വെളിഞ്ഞൊരു പറ്റും. അതാണ് ഒന്നാമത്തേത്. പിന്നെ രണ്ടാമത്തേതെന്ന് വെച്ചാൽ പിന്നെ ഇത് എല്ലാവരും ഇപ്പോൾ ഇറച്ചി അത് ഇതല്ലേ കഴിക്കുന്നത്. നമ്മളെ പോലത്തെ ആൾക്കാരിലെ കുറച്ച് ആൾക്കാരിലെ ഈ ചക്ക ഇങ്ങനെയുള്ളതെല്ലാം കഴിക്കുന്നില്ല. ബാക്കിയുള്ളവർക്കെല്ലാം മറ്റേതല്ലേ. അതുകൊണ്ട് എല്ലാവരും ഇപ്പോഴത്തെ എല്ലാം ചിക്കൻ വാങ്ങി ചിക്കനെ കൊണ്ട് അതങ്ങനെ എല്ലാവരും എന്നാൽ വെളിച്ച പൊരിച്ചിട്ട് അതങ്ങനെ ആക്കിയിട്ട് കഴിക്കും. പക്ഷേ നമുക്ക് വിറ്റാമിൻ്റെ സാധനം ഇത് നമുക്ക് തിന്നു കഴിഞ്ഞാൽ ഒരു രോഗങ്ങളും ഉണ്ടാവില്ല. ചക്കക്കുരും ചക്കയും അത്രയും തിന്നാൻ കഴിഞ്ഞാൽ ക്യാൻസർ രോഗം വരെ പ്രതികരിക്കുന്നതാണ് പറയുന്നത്. ചക്കക്കുരു നമുക്ക് തിന്നാൻ കഴിഞ്ഞെങ്കിൽ ക്യാൻസർ രോഗം വരെ പ്രതികരിക്കുന്ന ശേഷിയിൽ ചക്കക്കുരു തിന്നാന്ന് പറയുന്നു. ചക്കക്കുരു വിറവോട് തിന്നാൻ നല്ലതാണെന്ന് പറയുന്നു. നമ്മളെല്ലാം പിന്നെ ചക്കയും കുരുവും തന്നെയാണ് എല്ലാ സമയത്തും തിന്നലും. നമുക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇഷ്ടം തിന്നാൻ. ഒന്നും കൂടി കൂടി ആക്കിയിട്ട് ഇതാക്കാം. ഇതിങ്ങനെ വേഗം പറ്റിയാക്കാൻ കഴിയും. ഇതിനിപ്പോൾ ഈ അടിയിട്ടിട്ട് ഇത് വെക്കട്ടെ വേവിക്കാൻ. ഇതിപ്പോൾ ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ വെക്കുക. തുണിയിലെ മേലെ മുട്ടുമ്പം അങ്ങനെ വേവാടായിപ്പോണ്ട്, അതുകൊണ്ട് ഇങ്ങനെ വെക്കുന്നു. കണ്ടില്ലേ? ഇതുപോലെ ഇനി അടുപ്പിട്ട് വെക്കട്ടെ. കണ്ടില്ലേ? ഇതില്ലേ ഇപ്പോൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞിട്ട് ആവി വേവട്ടെ. കുറേ സമയം വേണം വേവാൻ. അങ്ങനെ നമ്മൾ ചക്ക ഇപ്പോൾ ഇവിടെ റെഡിയായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അട ഇവിടെ റെഡിയായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ അത് പാത്രത്തിലേക്ക് ആക്കട്ടെ, എടുത്ത് വെക്കട്ടെ.
ഇപ്പോൾ അതിനിപ്പോൾ ഒരു അടിയുടെ റെഡിയായിട്ടുണ്ട്. ഇത് അട ഇത് കണ്ടില്ലേ, ഇതാ നല്ല അട, അടിപൊളി അടയാണ് ഇത്. നല്ല കണ്ടീഷനായിട്ടുണ്ട്. ഇതാ ഇതാ ഇത് ചക്ക എന്നുള്ള അടയാണ്. ഇത് ഞാൻ ഇനി പുറത്തേക്ക് വറുത്തിട്ടുണ്ടാക്കിയ അടയായത്. നിങ്ങൾ അതിൻ്റെ രുചി നമുക്ക് തിന്നു നോക്കിയാൽ പറയുമെങ്കിൽ നല്ല അടിപൊളി അടയാണ്. അടയില്ലേ, ഇലയിൽ വാട്ടിയിട്ട് അതാ. ഇതിനിപ്പം വേറെ എവിടെയായിട്ട് നാളെ വീണ്ടും വരുന്നൊരു നന്ദി, നമസ്കാരം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.